ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത്. ഗഗൻയാൻ ദൌത്യസംഘത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 4 അംഗ സംഘത്തിൽ കേരളത്തിന് അഭിമാനമായി മലയാളിയും. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ബിജെപി കേരള പദയാത്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടിയിലൂടെ വയോജനങ്ങളും പെൻഷനേഴ്സ് പ്രതിനിധികളുമായി ഇന്ന് സംവദിക്കും. മാലിന്യ പ്ലാന്റുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് എതിർപ്പുകൾക്ക് കാരണമെന്ന് മന്ത്രി എം പി രാജേഷ്. പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയെന്നും മന്ത്രി. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് പഞ്ചാബ് പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ജെയിൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ സന്ദർശനം നടത്തി. ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൌത്യസംഘത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിന് അഭിമാനമായി സംഘത്തലവൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പാലക്കാട് നെന്മാറ സ്വദേശിയാണ് അദ്ദേഹം. അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻഷു ശുക്ല എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ. VSSയിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ശ്രീഹരിക്കോട്ടയിലെ PSLV ഇന്റഗ്രേഷൻ സംവിധാനം, മഹേന്ദ്രഗിരി സെമി ക്രയോജനിക് ടെസ്റ്റ് സംവിധാനം, VSSയിലെ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യ ദൌത്യമായ ഗഗൻയാന്റെ പുരോഗതിയും പ്രധാനമന്ത്രി വിലയിരുത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അല്പസമയത്തിനകം BJP കേരള ഘടകത്തിന്റെ പദയാത്രയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയോടെ തമിഴ്നാട്ടിലേക്ക് തിരിക്കും. നാളെ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം ഉച്ചയോടെ മഹാരാഷ്ട്രയിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെയും നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലോ ഇടറോഡുകളിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചു. വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്. ഇന്നും നാളെയും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണിവരെ ഡ്രോൺ പറത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും സിറ്റി പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന പരിപാടിയിൽ ഓട്ടോമോട്ടീവ് മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരെ അഭിസംബോധന ചെയ്യും. തുടർന്ന് അദ്ദേഹം 2 സുപ്രധാന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കമിടും. VO ചിദംബരനാർ തുറമുഖത്തിൽ ഔട്ടർ ഹാർബർ ടെർമിനലിന്റെ ശിലാസ്ഥാപനം, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ഉദ്ഘാടനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകുന്നേരം മഹാരാഷ്ട്രയിലെ യവത്മാൽ ജില്ല സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 4,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതി ആനുകൂല്യങ്ങളും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. മൂന്നാർ കന്നിമനയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജ് പരിധിയിൽ LDF ഹർത്താൽ ആചരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ടൌണിൽ റോഡ് ഉപരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. KDH വില്ലേജ് പരിധിയിൽ രാവിലെ 6 തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 വരെ തുടരും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ടൌണിൽ റോഡ് ഉപരോധിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ എസക്കി രാജ, ഭാര്യ റജീന എന്നിവർ മൂന്നാർ ടാറ്റ ടി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എസക്കി രാജയുടെ മകൾ പ്രിയയുടെ സ്കൂൾ വാർഷിക ദിന പരിപാടി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കന്നിമല എസ്റ്റേറ്റ് ബംഗ്ലാവിന് മുന്നിൽ വെച്ച് ഇന്നലെ രാത്രി 9:30 സംഭവം. ഇവരോടൊപ്പം 2 ഇതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ കുത്തിമറിച്ചിട്ട കാട്ടാന വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ സുരേഷിനെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെടുത്തെറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ സുരേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഓട്ടോയിലുണ്ടായിരുന്ന പ്രിയയും 2 ഇതര സംസ്ഥാന തൊഴിലാളികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
വയോജന സൌഹൃദ കേരളം എന്ന ആശയത്തിൽ വയോജനങ്ങളും പെൻഷനേഴ്സ് പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം ഇന്ന് തിരുവനന്തപുരത്ത്. എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞ് മറ്റൊരു ശിക്ഷയും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ചന്ദ്രശേഖരന്റെ കൊലപാതകം പെട്ടെന്നൊരു വികാരത്തിന് പുറത്ത് നടന്നതല്ല, ആസൂത്രിതമാണ്. ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച് തന്റെ നിലപാടുകൾ പ്രകടിപ്പിക്കുക മാത്രമാണ് ചന്ദ്രശേഖരൻ ചെയ്തത്. രാജ്യത്ത് പാർട്ടികൾ പിളരുന്നതിൽ പുതുമയില്ലെന്നും സിപിഎം തന്നെ രൂപീകൃതമായത് അത്തരത്തിലാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതികൾ വിചാരണ കോടതി ഉത്തരവ് പ്രകാരം ശിക്ഷ അനുഭവിക്കുമ്പോഴും ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു. അവർക്ക് മാനസാന്തരത്തിന് ഒരു സാധ്യതയും ഇല്ലെന്നും ശിക്ഷാവിധി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ തന്നെ മറ്റൊരു ഗൂഢാലോചന സംഘത്തിന്റെ ആയുധമായി മാറുകയുള്ളൂ എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കേസിൽ ജ്യോതിബാബു ഒഴിച്ച് മറ്റു പ്രതികളെ ഇന്നും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേരളം അടിയന്തരമായി പരിഹരിക്കേണ്ടത് മാലിന്യ സംസ്കരണ വിഷയമെന്ന് മന്ത്രി എം പി രാജേഷ്. കോഴിക്കോട് കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ നടപ്പാക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 1 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ പ്ലാന്റുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് എതിർപ്പുകൾക്ക് കാരണം. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നഴ്സിംഗ് കോളേജിന് സമീപം പ്രവർത്തന സജ്ജമാകുന്ന പ്ലാന്റിൽ ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, പേ വാർഡ്, നഴ്സിംഗ് ഹോസ്റ്റൽ, ലെക്ചർ കോംപ്ലക്സ് എന്നിവ ഉൾപ്പെടുന്ന കെട്ടിടങ്ങളിലെ ശുചിമുറി മാലിന്യമാണ് സംസ്കരിക്കുക. ഇതിനായി 900 മീറ്ററോളം പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ വയലപ്ര പരപ്പ് കണ്ടൽ സമൃദ്ധമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പഞ്ചായത്തിനെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയായാണ് കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ഹരിതം ചെറുതാഴം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15,000 കണ്ടൽ ചെടികളാണ് നട്ടുപിടിപ്പിക്കുന്നത്. പ്രാന്തൻ കണ്ടൽ, എഴുത്താണി കണ്ടൽ, പേനക്കണ്ടൽ എന്നീ വിഭാഗത്തിൽപ്പെട്ടവയാണ് കണ്ടൽ ചെടികൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, SBI ഫൌണ്ടേഷൻ, ഹരിത കേരള മിഷൻ, രാമപുരം വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വായനശാല പ്രവർത്തകർ, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ എന്നിവർ കണ്ടലുകൾ നട്ടുവളർത്തുന്നതിൽ സജീവമാകും. കണ്ടൽ ചെടികൾ നടുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. വേനലും ചൂടും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ പദ്ധതി മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. കരിമണൽ ഖനന ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഉയർന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. മാത്യു കുഴൽനാടൻ MLA രേഖാമൂലമാണ് തെളിവ് പരസ്യമാക്കിയതെന്നും അദ്ദേഹത്തിന് കെപിസിസി എല്ലാവിധ പിന്തുണയും നൽകുമെന്നും കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയുടെ ഭാഗമായി കൊല്ലത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് UP വാരിയേഴ്സിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ കേരള FC അരുണാചൽ പ്രദേശുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ മിസോറാം ഡൽഹിയെയും റെയിൽവേസ് മഹാരാഷ്ട്രയെയും പരാജയപ്പെടുത്തി. നിലവിലെ ചാമ്പ്യന്മാരായ കർണാടകയെ മണിപ്പൂർ എതിരില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി. തൊഴിലുറപ്പ് ജോലിക്കെത്തി ഒപ്പിട്ട ശേഷം മനുഷ്യച്ചങ്ങലയ്ക്ക് പങ്കെടുക്കാൻ പോയ സംഭവത്തിൽ മേറ്റുമാർക്കും തൊഴിലാളികൾക്കും എതിരെ നടപടി. 3 മേറ്റുമാരെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 70 തൊഴിലാളികളുടെ വേതനം തടയും. പത്തനംതിട്ട അടൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ 3 മേറ്റുമാരും 70 തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് ജോലിക്കായി ഒപ്പിട്ട ശേഷം DYFI സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയ്ക്ക് പോയത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ 2ാം ഘട്ടം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് പനവിള, മുടവൻമുകൾ എന്നിവിടങ്ങളിൽ പര്യടനം നടക്കും. കോഴിക്കോട് മലാപ്പറമ്പിലാണ് ഇന്നത്തെ പര്യടനം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത്. ഗഗൻയാൻ ദൌത്യസംഘത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 4 അംഗ സംഘത്തിൽ കേരളത്തിന് അഭിമാനമായി മലയാളിയും. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. BJP കേരള പദയാത്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടിയിലൂടെ വയോജനങ്ങളും പെൻഷനേഴ്സ് പ്രതിനിധികളുമായി ഇന്ന് സംവദിക്കും. മാലിന്യ പ്ലാന്റുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് എതിർപ്പുകൾക്ക് കാരണമെന്ന് മന്ത്രി എം പി രാജേഷ്. പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയെന്നും മന്ത്രി. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് പഞ്ചാബ് പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.